എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നത്തെ ദിവസം 1992 ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയോർക്കുകയാണ്. അന്ന് ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ സംഗീത അധ്യാപകനായി ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ ഒരു ബാലഭാസ്കർ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ബാലഭാസ്കറിനെ പോലുള്ള പ്രതിഭകളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അത് നിങ്ങൾക്ക് ഓർമ്മയില്ല, അവർക്ക് കെട്ടിടമില്ല, താഴെ ഒരു ചെറിയൊരു കുടിസ് മുറിയായിരുന്നു. 3 പേർക്ക് മാത്രമേ ഇരിക്കാനുള്ള ഒരു കൂടുതലൊക്കെ ഞാനും 7 പേർ വരുന്ന ഓർക്കസ്ട്ര ടീമും പ്രാക്ടീസ് ചെയ്തിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ മുറിച്ചിട്ടെടുക്കുക ആ കാര്യം. അന്ന് ബാലഭാസ്കറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞു. കാരണം ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടി പിച്ചുകളിങ്ങനെ നൊട്ടേഷൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ സാധാരണ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരാറുണ്ട് ഒരു സംഗീത അധ്യാപകൻ. പക്ഷെ ബാലഭാസ്കറിനെ സംബന്ധിച്ച് എന്താണ് എനിക്കറിയുന്നത്, മാന്ത്രിക വിരലുകൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു 10 ഇരട്ടി എഫക്റ്റിൽ വായിച്ചു കേൾക്കുന്നത്. അങ്ങനെ ഒരു ക്വാളിറ്റി മറ്റാർക്കും ഞാൻ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള ആ ബാലഭാസ്കറിനെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമായിരുന്നു. പക്ഷെ എനിക്ക് അറിയില്ല, നഷ്ടപ്പെട്ടു. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുശേഷം വന്ന ഒരുപാട് പിള്ളേർ PS ലേഖൻ സംഗീത സംവിധാനത്തിന് അവാർഡ് കിട്ടിയ PS ലേഖൻ, അതുപോലെ വിഷ്ണു വിജയൻ, സൂര്യൻ്റെ സന്തോഷ്, ഈശ്വർ രാമകൃഷ്ണൻ, കോളേജിൽ വർക്ക് ചെയ്ത സമ്പത്ത് തുടങ്ങിയുള്ള ഒരുപാട് പ്രതിഭകളെ ഈ മോഡസ്റ്റ് കൊണ്ട് സമ്പാദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യം നമുക്കുണ്ട്. അതുപോലെ എനിക്കും ശ്രീനിവാസ് സാറ് പറഞ്ഞതുപോലെ നിങ്ങളിൽ ഒരുപാട് പ്രതിഭകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഗീത അധ്യാപികയുടെ പോസ്റ്റ് ചെയ്യുന്ന വളരെ സന്തോഷം. അവരുടെ കീഴിൽ നിങ്ങൾ നല്ല സംഗീതം കലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്നതെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. ബാലഭാസ്കറിൻ്റെ ഓർമ്മകളിലേക്ക് ഞാൻ പോവുകയാണ്. ഇത്രയും കുറച്ച് കുസൃതി ഉണ്ടെങ്കിൽ തന്നെയും സംഗീതം എന്ന് കേട്ടാൽ പുള്ളി മ്യൂസിക് മുന്നിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പരിപാടികൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ബാലഭാസ്കറിനെ. അപ്പോഴൊക്കെ ആ ഒരു അനുസരണയുള്ള ഒരു കുട്ടിയായി മാത്രമേ എനിക്ക് ബാലഭാസ്കരനെ കാണാൻ കഴിയൂ. പിന്നെ എന്ത് പറഞ്ഞാലും ഒരു ചമ്മലുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു ബാലഭാസ്കരൻ. ആ ഓർമ്മകളൊക്കെ എനിക്ക് ഞാൻ ഇപ്പോൾ അയവർത്തുകയാണ്. എന്തായാലും ബാലഭാസ്കറിൻ്റെ പാട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു കമ്പോസ് ചെയ്തൊരു പാട്ട് ഞാനിന്ന് ബാലഭാസ്കറിനെ പഠിപ്പിച്ചു. ബാലഭാസ്കർ നന്നായിട്ട് പാടുമായിരുന്നു. പക്ഷെ അത് അന്ന് വയലിൻ്റെ വായിച്ച് എന്നെ കേൾപ്പിക്കുമായിരുന്നു. ആ ഒരു പാട്ട് അതിൻ്റെ ഒരു 4 വരി ഞാനൊന്ന് പാടാം. പ്രശസ്ത ഗായകൻ ശ്രീനിവാസ് സാർ ഒക്കെ ഇരിക്കുകയാണ്. എൻ്റെ ഈ 70ാമത്തെ വയസ്സിലുള്ള ശബ്ദം വെച്ച് ഞാനിത് പാട്ട് ശ്രമിക്കുക. എന്നാലും സ്വന്തമായി ബുക്ക് വായിക്കുമായിരുന്നു. ഇമാജിൻ ചെയ്യുമ്പോൾ ഞാൻ കഴിയില്ല. ഞാനൊരു പാടി 12 വരെയുണ്ട്, ബാക്കിയൊക്കെ ഓർമ്മയില്ല. 4 വരി പാടിയിട്ട് അതിൻ്റെ ഒരു ബിറ്റ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത് ബാലഭാസ്കർ വായിക്കുമ്പോൾ എന്താ എന്നുള്ളത് ഞാൻ 40 ഒരു 20 വർഷം കൂടെ സംഗീത അധ്യാപകനായി ഞാൻ ജോലി നോക്കിയില്ല. 20 വർഷം ഇവിടെ ജോലി നോക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടാൻ കാര്യമായി. ഇവിടുത്തെ അധ്യാപകരുടെ സപ്പോർട്ടും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ സപ്പോർട്ടും അവരുടെ പ്രാർത്ഥനകളും ഇവിടുത്തെ
PTA അക്കൗണ്ടിൻ്റെ ഒരു സഹായമൊക്കെ കൊണ്ട് മാത്രമാണ് നാഷണൽ അവാർഡ് വരെ എത്താൻ കഴിഞ്ഞത്.